മാസം ഇത്ര രൂപ ചെലവിന് തരും. എൻ്റെ എല്ലാ സിനിമയ്ക്കും ഡബ് ചെയ്യാം, എനിക്കിഷ്ടമുള്ളപ്പോഴൊക്കെ ഞാൻ അവിടെ വരും. ഇതാണ് എന്നോട് പറഞ്ഞ വാക്ക്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ നമുക്ക് ആ ഒരു രീതിയില്ല, എനിക്ക് കുറച്ച് നാൾ ഡബ് ചെയ്യണം, കല്യാണം കഴിയണം, പോയി സെറ്റിൽ ചെയ്യണം. കല്യാണം കഴിയണം എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. കാരണം കല്യാണം കഴിഞ്ഞാൽ മാത്രമേ സുരക്ഷിതത്വമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ പറഞ്ഞു, അയ്യോ നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്താൽ മതി എന്ന്. അതല്ലാതെ അവിടെ കിടന്നിങ്ങനെ നീ എന്തോടോ എന്നോട് പറഞ്ഞ അങ്ങനെയൊന്നും അങ്ങനെ ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ പൊന്നു ചേട്ടാ, എനിക്ക് കല്യാണം കഴിഞ്ഞു, അല്ലാതെ എനിക്ക് ജീവിതകാലം മുഴുവൻ ഡബ് ചെയ്യണമെന്ന് യാതൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞു. നമ്മളൊരു പടം ഡബിങ്ങിന് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കയറുമ്പോൾ നമുക്ക് അഡ്വാൻസ് തരും നമ്മുടെ കയ്യിൽ. അപ്പം അങ്ങനെ എൻ്റെ കയ്യിൽ 500 റുപ്യ എന്തോ അഡ്വാൻസ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പൈസയും ഹാൻഡ് ബാഗ് ശീലമൊന്നുമില്ല. ഇത് വെച്ചുകൊണ്ടാണ് ഡബ് ചെയ്യുന്നത്. അപ്പം സീന് ഞാൻ ഡബ് ചെയ്യുമ്പോൾ അയാൾ അവിടുന്ന് 1 more, ഇപ്പം ഡയലോഗൊക്കെ 1 more എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഓക്കെ, അത് മോഡുലേഷൻ ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം. ഇത് അയ്യോ എന്നെ വിട്, അയ്യോ ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ അലറി വിളിക്കുക, 1 more. എന്താ അത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഇത്ര പ്രാവശ്യമായി പറയണമെന്ന്. ഇങ്ങനെ കുറേ ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ത്രോട്ട് പെയിനും ചെറുതായിട്ട് ബ്ലഡ് ഇങ്ങനെ വരാൻ തുടങ്ങി തൊണ്ടയിൽ. മൈക്കിൽ കൂടെ ഞാൻ പറഞ്ഞു, സാറേ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോളൂ, ഞാൻ ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആൾ ഇങ്ങനെ കയറി വരലും അവൻ വന്ന് ഇങ്ങനെ അടഞ്ഞിങ്ങനെ നിന്നിട്ട്, ഏയ് നെടി ഇங்கே പോരാ. അപ്പം ഞാൻ പറഞ്ഞു, കൈയ്യട് എന്ന് പറഞ്ഞു, போயிடுவியா டப்பண்ணு എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ, அந்த ஆள் காலையில் இந்த மாதிரி சொன்னான், அது நான் ஒத்துக்கலை, அதுக்காக அந்த ஆள் வேணும்னே என்னை பழி தீர்த்துட்டு இருக்கான்னு പറഞ്ഞപ്പോഴാണ് ஆம்பளைங்கன்னா அப்படியெல்லாம் கேட்பாங்க, അതെല്ലാം അഡ്ജസ്റ്റ് பண்ணி தான் പോകണം. അപ്പം ഞാൻ പറഞ്ഞു, നീ നിൻ്റെ വീട്ടിലുള്ളവരോട് അത് പറ, എനിക്ക് എന്തായാലും അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവൻ്റെ കൈ ഇങ്ങനെ തട്ടി മാറ്റിയപ്പോൾ ഏയ് എന്നടി എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു, എട്ടിപ്പൊട്ടിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഒരടി കൊടുത്തു. അപ്പോഴേക്കും പിന്നെ AVMൻ്റെ ഓണർ ശരവണൻ സാർ പുള്ളി വന്നു, എല്ലാവരും വന്നു. അപ്പോൾ AVM അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാറിൽ വീട്ടിലേക്ക് പോകാൻ കയറുന്നു. അപ്പം ഞാൻ ഈ പൈസ എന്നാ നിൻ്റെ പൈസ എന്ന് പറഞ്ഞ് വലിച്ചൂരിട്ട് പോകുമ്പോൾ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. കാറിൽ ഞാൻ കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബെൻസ് കാറിലാണ് എന്നെ വിടാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഈ സംവിധായകനും ഇദ്ദേഹം, നീ എണ്ണിക്കോ, ഇന്ന് മുതൽ നീ സിനിമയിലുണ്ടാവും. ഞാൻ അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല, എനിക്കും വലിയ അത്യാവശ്യമൊന്നുമില്ല. ഇതാണ് ഞാൻ ഇപ്പോൾ പലരോടും പറയുന്നത്.